ഹായ് ഓൾ. CBSEയിലെ 10th സ്റ്റാൻഡേർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ആ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും നന്നായി എഴുതാൻ പറ്റിയിരുന്നു. ഇനി വരുന്ന എക്സാംസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സയൻസ്. അതിൽ എത്രത്തോളം നിങ്ങൾ വർക്കൗട്ട് ചെയ്തു, എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം എക്സാം ഹാളിൽ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ഒരുപാടുണ്ടല്ലോ പഠിക്കാൻ, ഇനി ഞാൻ എന്ത് പഠിച്ച് എപ്പോൾ തീരും, അങ്ങനെ എല്ലാം വല്ല ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക. എന്നിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക, അത് പഠിച്ചെടുക്കുക. ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ കുറച്ച് വീഡിയോസായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എക്സാമിന് മുന്നേ പറ്റുന്ന അത്രയും വീഡിയോസ് കണ്ട് തീർക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ ഹാർഡ് വർക്കും വേസ്റ്റായി പോവില്ല. ഹാർഡ് വർക്ക് നെവർ ഗോസ് വേസ്റ്റഡ്. മേ യുവർ റിസൾട്ട്സ് മേക്ക് യു പ്രൗഡ്. നിങ്ങളുടെ റിസൾട്ട്സ് നിങ്ങളെയും നിങ്ങളുടെ ഫാമിലി എല്ലാവരെയും പ്രൗഡായിട്ട് ഉണ്ടാവാൻ കാരണമാവട്ടെ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, ഗുഡ് ലക്ക്. നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ CBSE തന്നെ ഇതിന് മുൻ വർഷങ്ങളിൽ ഒരുപാട് എക്സാംസ് നടന്നിട്ടുണ്ട്. ആ എക്സാംസിലെല്ലാം ചില ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ട് അതെല്ലാം കൂടെ ഒരു PDF പോലെ ആക്കി അതിലെ ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നന്നായി നോക്കുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഉടനെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുക. ഞാൻ ടെക്സ്റ്റ് ബുക്കും കാണിച്ചു തരും. ഒരു ക്വസ്റ്റ്യൻ നോക്കും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ടെക്സ്റ്റ് ബുക്ക് കാണിച്ചു തരും. ആ രീതിയിൽ ആണ് ഈ ഒരു വീഡിയോയുടെ ഫ്ലോ. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ഫുള്ളായി കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായി തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, എൻ്റെ പേര് ശിവരഞ്ജിനി എന്നാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമുക്കറിയാം, നമുക്ക് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 2 മാർക്ക് ക്വസ്റ്റ്യൻ, 3 മാർക്ക് ക്വസ്റ്റ്യൻ, 4 മാർക്ക്, 5 മാർക്ക്, അങ്ങനെ ഡിഫറെൻറ്റ് മാർക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് MCQ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വർഷം തൊട്ട് നിങ്ങളുടെ ഓരോ സബ്ജക്റ്റും ഓരോ സെക്ഷൻ വൈസ് ആയിട്ടായിരിക്കും എക്സാം ഉണ്ടാവും. ഫിസിക്സ് ഒരു പാർട്ട്, കെമിസ്ട്രി ഒരു പാർട്ട്, ബയോളജി ഒരു പാർട്ട്. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ല. മിക്സായി വരുമ്പോഴല്ലേ നിങ്ങൾക്ക് കൺഫ്യൂഷനായി തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ മിക്സ് ആയിട്ടല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഫിസിക്സ് ആദ്യം എടുക്കുന്നു, ഫിസിക്സ് എല്ലാം എഴുതാം, കെമിസ്ട്രി എടുക്കുന്നു, കെമിസ്ട്രി എഴുതാം. ആ രീതിയിലായിരിക്കും നിങ്ങളുടെ എക്സാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലബ് ചെയ്ത് വന്നു എന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. നമുക്ക് കെമിസ്ട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ശ്രദ്ധിക്കേണ്ട. ക്വസ്റ്റ്യൻ നമ്പർ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എടുത്തതുകൊണ്ട് റാൻഡം ആയിരിക്കും നമ്പേഴ്സ്. നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഈസ് എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അറിയാലോ, എന്താണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ? സിംഗിൾ റിയാക്ടൻ സ്പ്ലിറ്റ്സ് അപ്പ് ടു ഫോം 2 or more products. ഉറപ്പല്ലേ? എ സിംഗിൾ റിയാക്ടൻസ് splits up to form 2 or more product is known as decomposition reaction. അറിയാലോ, അതിൽ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഒരു എക്സാമ്പിൾ ആണ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ദ മാസ് റേഷ്യോ MH and MO of hydrogen and oxygen gases liberated at the electrodes during electrolysis of water is. നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഓഫ് കോഴ്സ് നമുക്കറിയാം, ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ എന്താണ്? ഒരു സിംഗിൾ റിയാക്ടൻ സ്പ്ലിറ്റ് ആയിട്ട് 2 or more പ്രോഡക്റ്റ് ഉണ്ടാവുന്നു. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ എന്താ? വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജൻ ആവുന്നു അല്ലേ. ഈ ഹൈഡ്രജനും ഓക്സിജനും രണ്ട് ഇലക്ട്രോഡിലായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതെല്ലാം നമുക്കറിയാം. ഹൈഡ്രജൻ ഇസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് കാത്തോഡ് ആൻഡ് ഓക്സിജൻ ഇസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ആനോഡ് എന്നതും നമുക്കറിയാം. അതിൽ ഹൈഡ്രജനും ഓക്സിജനും ഏത് റേഷ്യോയിലാണ് ഫോം ആവുന്നത്, ഏത് റേഷ്യോയിലാണ് പ്രൊഡ്യൂസ് ആവുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. നോക്കൂ, ഈ വാട്ടറിൻ്റെ ഫോമുല തന്നെ എന്താ? H2O. അതിൻ്റെ മാസ് റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മാസ് റേഷ്യോ. ഓക്കെ, H2Oയിൽ ഹൈഡ്രജനും ഓക്സിജനും സ്പ്ലിറ്റ് ആയിട്ട് എങ്ങനെയാണ്, ഏത് റേഷ്യോയിലാണ് ഫോം ചെയ്യുന്നത് എന്ന് പറയുന്നു. അപ്പോൾ H2O സ്പ്ലിറ്റ് ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഹൈഡ്രജനും ഓക്സിജനും. ഈ ഹൈഡ്രജനും ഓക്സിജനിലും നമുക്ക് ഉള്ളതല്ലേ നമുക്ക് കിട്ടുന്നത് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്.
അപ്പോൾ നോക്കൂ, ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ് നോക്കൂ. ഇവിടെ ഹൈഡ്രജൻ്റെ മാസ്, ഒരു ഹൈഡ്രജൻ്റെ മാസ് 1U ആണ്. അവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ മാസ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇതിൻ്റെ മാസ് 2 ആയിരിക്കും. ഇനി ഓക്സിജൻ ആണെങ്കിലോ, ഓക്സിജൻ 16 ആണ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ്. അപ്പോൾ 2:16 എന്ന റേഷ്യോയിലല്ലേ വരിക? 2:16 എന്ന റേഷ്യോയിലല്ലേ വരുന്നത്? ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയ ഫോം ഏതാ? 1:8. 1:8. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ ആൻസർ? ഏത് ഓപ്ഷൻ ആൻസർ? ഡി, 1:8. നമുക്കിവിടെ 8:1 കൂടെ തന്നിട്ടുണ്ട്. 8:1 എഴുതണമെങ്കിൽ അത് എവിടെ ആയിരിക്കണം? ഓക്സിജൻ ഫസ്റ്റ് കൊടുക്കണം അല്ലേ? MO:MH. അങ്ങനെ എഴുതുകയാണെങ്കിൽ 8:1 കൊടുക്കാം. ഇതാണ് മാസ് റേഷ്യോ. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ആണെങ്കിൽ ഫസ്റ്റ് പാർട്ടല്ലേ ഹൈഡ്രജൻ, സോ 1:8 റേഷ്യോ. ഓക്സിജനും ഹൈഡ്രജനും ആണെങ്കിൽ 8:1 റേഷ്യോ. ഇനി ഈ പറയുന്ന 2:1ഉം 1:2 എന്താ? അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അല്ലേ? 2:1 റേഷ്യോയിലാണെന്നും പറയുന്നുണ്ടല്ലോ. അത് വോളിയം റേഷ്യോ ആണ്. വോളിയം റേഷ്യോ H2O നോക്കൂ, 2 പാർട്ട് ഹൈഡ്രജനും 1 പാർട്ട് ഓക്സിജനും ആണ്. ടോട്ടൽ വാട്ടറിലെ 2 പാർട്ട് ഹൈഡ്രജനും 1 പാർട്ട് ഓക്സിജനും ആണ്. സോ ടോട്ടൽ വോളിയത്തിൽ 2 പാർട്ട് ഹൈഡ്രജനും 1 പാർട്ട് ഓക്സിജനും ആണ്. അപ്പോൾ റേഷ്യോ എന്താവും? 2:1. സോ വോളിയം റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ 2:1, മാസ് റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ 1:8. ഓക്കെ, ഇതിന് കണക്റ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ ഫാക്ടർ നോക്കണം, നമുക്ക് നോക്കാം കേട്ടോ. അതിന് ഞാൻ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണ്. ടെക്സ്റ്റ് ബുക്ക് കളറില്ല, പക്ഷേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുക. ഫസ്റ്റ് ചാപ്റ്ററിലെ തന്നെ ഡീകമ്പോസിഷൻ എന്നതിൽ ഇതാണ് നമ്മുടെ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടറിൻ്റെ ഫിഗർ. ഓക്കെ, ഇത് നോക്കൂ, ഈ ആക്ടിവിറ്റിയൊക്കെ വായിച്ചു നോക്കണം കേട്ടോ. ഈ ആക്ടിവിറ്റിയൊക്കെ ഒന്ന് വായിച്ചു നോക്കണേ. നമ്മളൊരു പ്ലാസ്റ്റിക് മഗ് എടുക്കുന്നു, 2 ഹോൾ ഉണ്ടാക്കുന്നു, അതിലേക്ക് ഗ്രാഫൈറ്റ് റോഡ് ഫിക്സ് ചെയ്യുന്നു, പിന്നെ ഒരു ടെസ്റ്റ് ട്യൂബ് ഇൻവേർട്ട് ചെയ്ത് വെക്കുന്നു. എന്ന ശേഷം പിന്നെന്താ, ബാറ്ററി ആയി കണക്ട് ചെയ്യുന്നു, വയറെല്ലാം യൂസ് ചെയ്തിട്ട് റബ്ബർ സ്റ്റോപ്പർ വെച്ചിട്ടുണ്ട്. ഇതിൽ വാട്ടറാണ്. വാട്ടർ ചെറുതായിട്ട് അസിഡിഫൈ ചെയ്യണം. കാരണം പ്യുവർ വാട്ടറിൽ നമുക്ക് ഇലക്ട്രോളിസിസ് നടക്കില്ല. കാരണം അവിടെ എന്താ, ഡിസോൾഡ് അയോൺസ് കൂടെ വേണം എന്നുള്ള രീതിയിൽ കുറച്ച് അസിഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡയലൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും. ഓക്കെ, എന്തായാലും അതൊരു ഇലക്ട്രോലൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വാട്ടറിൽ ആഡ് ചെയ്യുമ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ആയിട്ട് ഹൈഡ്രജനും ഓക്സിജനും വരുന്നു. ഇവിടെ നോക്കൂ, ബാറ്ററിയിൽ കാത്തോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡിൽ കണക്ട് ചെയ്ത കാത്തോഡിൽ വന്നിരിക്കുന്ന ഗ്യാസ് ഏതാ? ഹൈഡ്രജൻ. ഇനി ആനോഡിൽ വന്നിരിക്കുന്ന ഗ്യാസ് നോക്കൂ, ആനോഡിൽ വന്നിരിക്കുന്ന ഗ്യാസ് ഓക്സിജൻ. ഈ ഒരു വോളിയം നോക്കൂ, അതായത് ഈ വാട്ടറിൻ്റെ ലെവലല്ല, ഈ എംപ്റ്റി സ്പേസ് കണ്ടില്ലേ? എംപ്റ്റി സ്പേസ് ആക്ച്വലി ഫിൽഡ് വിത്ത് ദ ഗ്യാസുമായിട്ട് ഫിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മുകളിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഏതിനാണ്? നമ്മുടെ ഹൈഡ്രജനാണ്. ഈ ഹൈഡ്രജൻ്റെ വോളിയം ഓക്സിജൻ്റെ വോളിയത്തിനേക്കാൾ ഡബിൾ അല്ലേ? അതുകൊണ്ടാണ് വോളിയം റേഷ്യോ 2:1 ആയത്. ഓക്കെ, സോ ഡീകമ്പോസിഷൻ റിയാക്ഷന് ഒരു എക്സാമ്പിളാണ് ഇത്, ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. ഇനി നമുക്ക് ഡീകമ്പോസിഷൻ എന്താണെന്നുള്ളത് അറിയാലോ. ഡീകമ്പോസിഷനിൽ എന്താണ്? സിംഗിൾ റിയാക്ടൻറ്റ് സ്പ്ലിറ്റ്സ് അപ്പ് ടു ഫോം 2 or more പ്രോഡക്റ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ നമുക്ക് 3 രീതിയിൽ നടത്താം. ഒന്ന്, ഹീറ്റ് എനർജി ആണെന്നുണ്ടെങ്കിൽ അത് തെർമൽ ഡീകമ്പോസിഷൻ. ഇത് നോക്കൂ, ഫെറസ് സൾഫേറ്റിൻ്റെ ഹീറ്റിംഗ് തെർമൽ ഡീകമ്പോസിഷൻ എക്സാമ്പിൾ ആണ്. ലെഡ് നൈട്രേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, ഇതിൻ്റെ എല്ലാം ഹീറ്റിംഗ് തെർമൽ ഡീകമ്പോസിഷൻ ആണ്. ഓക്കെ, ഇതിലെല്ലാം ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. നമ്മൾ വഴിയെ ഓരോരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതെല്ലാം നോക്കും. പിന്നെ സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നെങ്കിൽ അതിനെ നമ്മൾ ഫോട്ടോ കെമിക്കൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നു. സിൽവർ ക്ലോറൈഡിൻ്റെ സ്പ്ലിറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം എന്താ? ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ സിംഗിൾ റിയാക്ടൻറ്റ് സ്പ്ലിറ്റ് അപ്പ് ടു ഫോം 2 or more പ്രോഡക്റ്റ്. അതാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ അല്ലേ? അതിൻ്റെ ഒപ്പം കുറച്ച് കണക്റ്റഡ് ഫാക്ട്സും നമ്മൾ പഠിച്ചു. ഇനി നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. The products formed when aluminium and magnesium are burnt in the presence of air respectively are. അതായത് അലുമിനിയവും മാഗ്നീഷ്യവും നമ്മൾ എയറിൽ ബേൺ ചെയ്യുന്നു. അലുമിനിയവും മാഗ്നീഷ്യവും ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ഓഫ് കോഴ്സ് മെറ്റൽ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം മെറ്റൽ ഓക്സൈഡ്. അപ്പോൾ ഇവിടെ അലുമിനിയം ഓക്സൈഡ് ആയിട്ട് മാറും, മാഗ്നീഷ്യം ഓക്സൈഡ് ആയിട്ട് മാറും.
നിങ്ങൾക്ക് ഉത്തരം ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ. Al3O4 ആണോ MgO2 ആണോ, Al2O3 ആണോ MgO ആണോ, പിന്നെ Al3O4 ആണോ MgO ആണോ, Al2O3 ആണോ MgO2 ആണോ? അതിന് നമുക്ക് അറിയേണ്ടത് അലുമിനിയം ഓക്സൈഡ് ആണെങ്കിൽ അലുമിനിയവും ഓക്സിജനും നമ്മൾ എഴുതി. അലുമിനിയത്തിൻ്റെ വാലൻസി എത്രയാ? 3 ആണ്. ഓക്സിജൻ്റെ വാലൻസി 2 ആണ്. ദെൻ ക്രോസിങ് ഓവർ ദെയർ വാലൻസി, ഇത് നമ്മൾ 9th പഠിക്കേണ്ട കാര്യമാണ്. Al2O3 കിട്ടും. അപ്പോൾ അലുമിനിയം ഓക്സൈഡിൻ്റെ ഫോമുല എന്താ കിട്ടിയത്? Al2O3. ക്ലിയർ അല്ലേ? അപ്പോൾ Al2O3 എന്നുള്ളത് 2 ഓപ്ഷനിൽ ശരിയാണ്. നമുക്കിത് തൽക്കാലം മാർക്ക് ചെയ്ത് വെക്കുള്ളൂ. ഇനി മാഗ്നീഷ്യം എന്ന് പറയുന്നത്, മാഗ്നീഷ്യം Mg ഓക്സിജൻ O. മാഗ്നീഷ്യത്തിൻ്റെ വാലൻസിയും 2 ആണ്, ഓക്സിജൻ്റെ വാലൻസിയും 2 ആണ്. ക്രോസിങ് ഓവർ ദ വാലൻസി വി വിൽ ഗെറ്റ് Mg2O2. അത് ക്യാൻസൽ ചെയ്താൽ, സിംപ്ലിഫൈ ചെയ്താൽ അതിനെ MgO കിട്ടും. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഇനി ഈ വാലൻസി ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുക? അതറിയാലോ. അലുമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13 ആണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 283 ആണ്. ലാസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആണ്. ആ 3 ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ് ചെയ്യുക, അലുമിനിയം കൊടുക്കും. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യും? അതിനെ വാങ്ങിക്കണം. ഇനി ഓക്സിജൻ്റെ വാലൻസി എന്താ? 2,6, അതായത് വാലൻസി 2 ആണ്. സോ അലുമിനിയത്തിൻ്റെ വാലൻസി 3ഉം ഓക്സിജൻ്റെ വാലൻസി 2ഉം ആണ്. അങ്ങനെ അത് ക്രോസിങ് ഓവർ ദ വാലൻസി ക്രോസ് ഓവർ ചെയ്ത് നമുക്ക് നമ്പർ നോക്കുന്ന സമയത്ത് ഫോമുല എന്തായി മാറും? Al2O3 ആയിട്ട് മാറും. മനസ്സിലായില്ലേ? ഓക്കെ. MgO എന്ന് പറയുമ്പോൾ എന്താ? മാഗ്നീഷ്യം 12 ആണ്. മാഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺ കൊടുക്കണം, ഓക്സിജന് 2 ഇലക്ട്രോൺ വാങ്ങിക്കണം. സോ മാഗ്നീഷ്യം വിൽ ഗീവ് 2 ഇലക്ട്രോൺ ആൻഡ് ഓക്സിജൻ വിൽ ഗെയിൻ 2 ഇലക്ട്രോൺ. സോ MgO. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സെലക്ട് ഫ്രം ദ ഫോളോയിങ് എ മെറ്റൽ വിച്ച് ഡസ് നോട്ട് റിയാക്ട് വിത്ത് കോൾഡ് ആസ് വെൽ ആസ് ഹോട്ട് വാട്ടർ. അതിന് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നെ വേണം. ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു നമ്മൾ. സെക്കൻഡ് ചാപ്റ്റർ എടുക്കാം. സെക്കൻഡ് ചാപ്റ്ററിലാണോ തേർഡ് ചാപ്റ്ററിലാണോ? മെറ്റലും ഓക്സിജനും മെറ്റലും വാട്ടറും മെറ്റലും ആസിഡും ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ തേർഡ് ചാപ്റ്ററിലാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് തേർഡ് ചാപ്റ്ററിൽ ടോപ്പിക് നോക്കാം. ആദ്യം തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ കണ്ടോ? മെറ്റൽ പ്ലസ് ഓക്സിജൻ, മെറ്റൽ ഓക്സൈഡ്. നോക്കൂ, അലുമിനിയം പ്ലസ് ഓക്സിജൻ, അലുമിനിയം ഓക്സൈഡ് Al2O3. പിന്നെ മഗ്നീഷ്യത്തിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഉണ്ട് Mg+O2 MgO. ഓക്കെ. ഇനി അവിടെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? വാട്ടറിൻ്റെ റിയാക്ഷനാണ് പറഞ്ഞത് അല്ലേ? വാട്ടറിൻ്റെ റിയാക്ഷൻ നോക്കൂ. മെറ്റൽ റിയാക്ട്സ് വിത്ത് വാട്ടർ ആൻഡ് പ്രൊഡ്യൂസ് എ മെറ്റൽ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. Metal oxide that are soluble in water dissolve in it to further form metal hydroxide. ഇതാണ് ഒരു കോമൺ റിയാക്ഷൻ. ഇതിൽ സോഡിയം പൊട്ടാസ്യം എല്ലാം കോൾഡ് വാട്ടറിൽ വയലൻ്റ്ലി റിയാക്ട് ചെയ്യുന്നു. കോൾഡ് വാട്ടറിൽ വയലൻ്റ് റിയാക്ഷൻ കാണിച്ച് റെസ്പെക്റ്റീവ് ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. അപ്പോൾ കോൾഡ് വാട്ടറിൽ റിയാക്ട് ചെയ്യുന്നത് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് എഴുതിയാൽ മതി? സോഡിയവും പൊട്ടാസ്യവും എഴുതിയാൽ മതി. ഓക്കെ, ഒരു മിനിറ്റ്. ഇവിടെ നോക്കൂ, സോഡിയം പൊട്ടാസ്യം കോൾഡ് വാട്ടറിൽ തന്നെ റിയാക്ട് ചെയ്യും. ഇനി കാൽഷ്യം ആണെങ്കിലോ, കാൽഷ്യത്തിൻ്റെ റിയാക്ഷൻ കുറച്ച് ലെസ് വയലൻ്റ് ആണ്, എന്നാലും കോൾഡ് വാട്ടറിൽ റിയാക്ട് ചെയ്യും. കാൽഷ്യം സ്റ്റാർട്ട്സ് ടു ഫ്ലോട്ട്. കാരണം എന്താ? ബബിൾസ്, ഹൈഡ്രജൻ ഗ്യാസിൻ്റെ ബബിൾസ് സ്റ്റിക്ക് ചെയ്തിട്ട്, ആ സർഫസിൽ സ്റ്റിക്ക് ചെയ്തിട്ട് കാൽഷ്യത്തിൻ്റെ ഇതെന്താണ്? ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇനി മാഗ്നീഷ്യം ഡസ് നോട്ട് റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ. അപ്പോൾ അവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? കോൾഡ് വാട്ടറിലും റിയാക്ട് ചെയ്യില്ല, ഹോട്ട് വാട്ടറിലും റിയാക്ട് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മാഗ്നീഷ്യം എന്ന ഓപ്ഷനോ കാൽഷ്യമോ സോഡിയമോ പൊട്ടാസ്യം ഉണ്ടെങ്കിൽ അതൊന്നും എഴുതരുത്. മാഗ്നീഷ്യം ഏതുമായിട്ട് റിയാക്ട് ചെയ്യുന്നല്ലോ? ഹോട്ട് വാട്ടറായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. എന്നിട്ട് സെയിം മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാക്കുന്നു. പിന്നെയുള്ള പറയുന്ന പാരഗ്രാഫ് നോക്കൂ. അലുമിനിയം, അയേൺ, സിങ്ക്. അലുമിനിയം, അയേൺ, സിങ്ക് do not react with either cold or hot water. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലേ നമ്മളടുത്ത് പറയുന്നത്? ഹോട്ട് വാട്ടറോടും കോൾഡ് വാട്ടറോടും രണ്ടിനോടും റിയാക്ട് ചെയ്യാത്ത മെറ്റൽ ഏതാണ്? അപ്പോൾ ഓപ്ഷനിൽ അലുമിനിയം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, അയൺ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, സിങ്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു റിയാക്ഷൻസ് ഒന്ന് പഠിച്ചു വയ്ക്കൂ. പൊട്ടാസ്യം K+H2O gives KOH+H2 പ്ലസ് ഹീറ്റ്. ഈ ഒരു റിയാക്ഷൻ ഭയങ്കര വയലൻ്റ് റിയാക്ഷനാണ്, എക്സോതെർമിക്കും കൂടെയാണ്. എക്സോതെർമിക് പറഞ്ഞാൽ എന്താ? ഹീറ്റ് ഒരുപാട് റിലീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യും? ക്യാച്ചസ് ഫയർ. അതുകൊണ്ടാണ് നമ്മൾ
ഈ സോഡിയത്തിനെയും പൊട്ടാസ്യത്തിനെയൊക്കെ കെറോസിനിൽ സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുന്നത്. അടുത്തൊരു റിയാക്ഷൻ നോക്കൂ. സോഡിയം Na+H2 gives NaOH+H2. ബാലൻസ് ചെയ്ത ഇക്വേഷൻ പഠിച്ചു വെക്കണം. കാൽഷ്യത്തിൻ്റെ ഇക്വേഷൻ നോക്കൂ. Ca+H2O gives CaOH twice plus H2. ഓക്കെ. ഇനി അലുമിനിയത്തിൻ്റെ നോക്കൂ. അലുമിനിയവും അയേണും സിങ്കും ഒക്കെ ആണെങ്കിൽ അവിടെ ഈ ഹൈഡ്രോക്സൈഡ് അല്ല ആവുന്നത്. ഇവിടെയൊക്കെ ഇതിൻ്റെ കൂടെ എല്ലാം നമ്മൾ H2O കൂടെ നമുക്ക് എന്താ എഴുതിയിരിക്കുന്നത്? LLL. ദാറ്റ് മീൻസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പോൾ കോൾഡ് വാട്ടർ ആയാലും ശരി, ഹോട്ട് വാട്ടർ ആയാലും ശരി, അത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. എന്നാൽ ഈ അലുമിനിയവും അയേണും H2O ഗ്യാസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? ഗ്യാസ് ആണെങ്കിൽ അത് സ്റ്റീമുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. സോ ദേ ഡു നോട്ട് റിയാക്ട് വിത്ത് കോൾഡ് ഓർ ഹോട്ട് വാട്ടർ. എന്നിട്ട് എന്തായി മാറുകയാണ്? ദെയർ റെസ്പെക്റ്റീവ് ഓക്സൈഡ്. അലുമിനിയം ഓക്സൈഡ് ആയിട്ടും അയൺ ഓക്സൈഡ് ആയിട്ടും മാറുന്നു. ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നു. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നോക്കൂ. കണ്ടുപിടിക്കാൻ പറ്റുണ്ടോ നോക്കൂ. ഒരു മിനിറ്റ്. Select from the following a metal which does not react with cold as well as hot water. നോക്കൂ, തണുത്ത വെള്ളത്തിലും റിയാക്ട് ചെയ്യുന്നില്ല, ചൂടുവെള്ളത്തിലും റിയാക്ട് ചെയ്യുന്നില്ല. കാൽഷ്യം തണുത്ത വെള്ളത്തിൽ റിയാക്ട് ചെയ്യുന്നല്ലേ നമ്മളോട് പറഞ്ഞത്? അപ്പോൾ കാൽഷ്യം അല്ല. മഗ്നീഷ്യം തണുത്ത വെള്ളത്തിൽ റിയാക്ട് ചെയ്യില്ല, പിന്നെ ഏതിൽ റിയാക്ട് ചെയ്യുക? ഹോട്ട് വാട്ടറിൽ റിയാക്ട് ചെയ്യും, അപ്പോൾ മഗ്നീഷ്യം അല്ല. സോഡിയം ആണെങ്കിലോ പെട്ടെന്ന് റിയാക്ട് ചെയ്യും അല്ലേ, വയലൻ്റ് റിയാക്ഷൻ ആയിരിക്കും, അപ്പോൾ സോഡിയം അല്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് എന്താണ്? അയേൺ അല്ലേ, അയേൺ ആണ്. അപ്പോൾ അയേൺ എന്താ? സ്റ്റീമുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ആൻഡ് ഇക്വേഷൻ ഒന്ന് എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കൂ. Fe+H2O gives Fe3O4 plus H2. Fe3O4 plus H2. മനസ്സിലായോ? അപ്പോൾ ഉത്തരം Fe ആണ്. നമ്മളിപ്പോൾ 3 ചോദ്യം പഠിച്ചു. 3 ചോദ്യം പഠിച്ചപ്പോൾ അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ? നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടോ? നോക്കാം കേട്ടോ. ഇനി അടുത്തത് നോക്കൂ. ഒരു മിനിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് അയോണിക് കോമ്പൗണ്ട്സ് ഫ്രം ദ ഫോളോയിങ്. അയോണിക് കോമ്പൗണ്ട്സ് ഫ്രം ദ ഫോളോയിങ്. CCl4, KCl, HCl, NaCl. നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കാനായിട്ട് എളുപ്പത്തിൽ പറഞ്ഞുതരാം. അയോണിക് കോമ്പൗണ്ട്സ് എപ്പോഴും ഫോം ചെയ്യുന്നത് ഒരു മെറ്റലും നോൺ മെറ്റലുമായിട്ടാണ്. മെറ്റലും നോൺ മെറ്റലും. ഓക്കെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു നോക്കൂ, ഒരു മെറ്റലും ഒരു നോൺ മെറ്റലും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അയണിക് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത്. 2 നോൺ മെറ്റൽ ആണെങ്കിൽ അവിടെ കോവാലൻ കോമ്പൗണ്ട്സ് ഷെയറിങ് വഴി ഉണ്ടാവാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ CCl4, C കാർബണും Cl ക്ലോറിനും 2 നോൺ മെറ്റലാണ്. അപ്പോൾ CCl4 അയണിക് കോമ്പൗണ്ട് ആവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. അവർ ഷെയറിങ് വഴിയാണ്, ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ടാണ് കോമ്പൗണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ CCl4 അല്ല. പിന്നെ KCl പൊട്ടാസ്യം മെറ്റലാണ്, ക്ലോറിൻ നോൺ മെറ്റലാണ്. അപ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതൊരു അയണിക് കോമ്പൗണ്ട് ആണ്. ഇനി നേരെ പോയി B എന്ന് എഴുതി വെക്കാൻ പറ്റില്ല. കാരണം എന്താ? താഴെയാണ് നമ്മുടെ ഓപ്ഷൻ തന്നിരിക്കുന്നത്. HCl ഹൈഡ്രജനും ക്ലോറിനും അതും കോവാലൻ ബോണ്ടാണ്, കോവാലൻ കോമ്പൗണ്ടാണ്. ഷെയറിങ് വഴിയല്ല ഉണ്ടാവുന്നത്. ഷെയറിങ് വഴിയല്ല എന്നല്ല, അയണിക് ബോണ്ട് അല്ല, അവിടെ അയണിക് കോമ്പൗണ്ട് അല്ല. പിന്നെ NaCl ആണെങ്കിലോ അവിടെ സോഡിയവും ക്ലോറിനുമാണ്, മെറ്റലും നോൺ മെറ്റലും ആണ്. അപ്പോൾ അവിടെ അയണിക് കോമ്പൗണ്ട് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻ? ബിയും ഡിയും വരുന്നത്? ഓപ്ഷൻ ഡി. കണ്ടോ? അപ്പോൾ നമ്മൾ ആദ്യത്തെ ABCD എഴുതി വെക്കരുത്, ഇതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? D, B and D ഇങ്ങനെ എഴുതണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിന് നമുക്ക് എക്സ്പ്ലനേഷൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇനി അടുത്ത് നോക്കൂ, ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും, നമുക്ക് നോക്കാം. The products obtained from sodium reacts with ethanol are. സോഡിയവും എത്തനോളും ആയിട്ടുള്ള റിയാക്ഷനാണ്. പെട്ടെന്ന് പറയൂ, സോഡിയത്തിൻ്റെ സിമ്പിൾ എന്താ? സോഡിയത്തിൻ്റെ സിമ്പിൾ എന്താ? നിങ്ങൾ ഉത്തരം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോഡിയത്തിൻ്റെ സിമ്പിൾ Na. ഓക്കെ, അറിയില്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി എത്തനോൾ, എത്തനോളിൻ്റെ ഫോമുല എന്താ?
എത്ത് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആണ്? എത്ത് എന്ന് പറയുമ്പോൾ എത്ര കാർബണാ? 2 കാർബൺ ആണ് അല്ലേ. ഓൾ എന്ന് പറയുമ്പോൾ ഏതാ ഫങ്ഷണൽ ഗ്രൂപ്പ്? OH. അപ്പോൾ CH3CH2OH. ക്ലിയർ അല്ലേ? CH3CH2OH ആണ്. അതും സോഡിയവുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക എന്നാണ് ചോദ്യം. ഓക്കെ, ഓക്സിജൻ കിട്ടുമോ അതോ ഹൈഡ്രജൻ കിട്ടുമോ? നമുക്കറിയാം ഹൈഡ്രജൻ ആണ് കിട്ടുക അല്ലേ. ഹൈഡ്രജൻ ആണ് കിട്ടുക. ഇനി സോഡിയം എത്തനോയേറ്റ് ആണോ സോഡിയം എത്തോക്സൈഡ് ആണോ എന്നാണ് നമുക്ക് ചോദ്യം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഉത്തരം അറിയുന്നവർ ഇത് ഓടിച്ച് നോക്കാം കേട്ടോ. ഓടിച്ചു പോയാൽ മതി. ഉത്തരം ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ അതിപ്പോൾ പഠിക്കാനുള്ള ഒരു ചാൻസ് ആയിട്ട് യൂസ് ചെയ്യാം. കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സിലാണ് ചാപ്റ്റർ വരുന്നത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 4 ചാപ്റ്ററേ ഉള്ളൂ. 4 ചാപ്റ്റർ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു പോവാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എത്തനോളും എത്തനോയിക് ആസിഡും. എത്തനോളും എത്തനോയിക് ആസിഡിൻ്റെയും പ്രോപ്പർട്ടീസ്. ഇവിടെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കിട്ടാനായി ഇവിടെ നോക്കൂ. പ്രോപ്പർട്ടീസ് ഓഫ് എത്തനോളിലെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എത്തനോളിലെ ഒരു പാർട്ടാണിത്. ഒരു മിനിറ്റ് ഒന്ന് ലോഡ് ആവട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇതാ റിയാക്ഷൻ വിത്ത് സോഡിയം. ഓക്കെ, റിയാക്ഷൻ വിത്ത് സോഡിയം. ആദ്യം ഒരു ടേം സെന്റൻസ് വായിക്കാം. ആൽക്കഹോൾസ് റിയാക്ട് വിത്ത് സോഡിയം ലീഡിങ് ടു ദ എവല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, ആൽക്കഹോൾസ് റിയാക്ട് വിത്ത് സോഡിയം ലീഡിങ് ടു ദ എവല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ. കണ്ടോ, ഹൈഡ്രജൻ്റെ എവല്യൂഷൻ കാരണം എന്ത് സംഭവിക്കും? മീൻസ് സോഡിയം ആയിട്ടുള്ള റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ എവല്യൂഷൻ നടക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി വിത്ത് എത്തനോൾ ദ അതർ പ്രോഡക്റ്റ് ഈസ് സോഡിയം എത്തോക്സൈഡ്. കണ്ടോ, എത്തനോളുമായിട്ടാണ് സോഡിയം റിയാക്ട് ചെയ്യണമെങ്കിൽ ഇനിയൊരു പ്രോഡക്റ്റ് ഏതാ? സോഡിയം എത്തോക്സൈഡ്. ഫോമുല പഠിച്ചു വയ്ക്കൂ. 2Na plus 2CH3CH2OH gives 2CH3CH2ONA. കണ്ടോ, ONA plus H2. ഇതാണ് സോഡിയം എത്തോക്സൈഡ്. അപ്പോൾ ഉത്തരം കിട്ടിയല്ലോ, സോഡിയം എത്തോക്സൈഡ്. 5ാമത്തെ ഉത്തരം കിട്ടിയില്ലേ? ഇതാണ് സോഡിയം എത്തോക്സൈഡ്. ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഓരോന്നിനും കണക്റ്റഡ് ആയിട്ട് പറയുന്ന സമയത്ത് വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്തി ആയി തോന്നാം. നിങ്ങൾക്കത് ഓടിച്ച് കേൾക്കണമെങ്കിൽ ഓടിച്ച് കേൾക്കാം. കൂടെ പഠിച്ചു പോകാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അത് വെച്ച് ഒപ്പം തന്നെ പഠിച്ചു പോവുക. ഈ ഒരു ഭാഗം നീ ക്ലിയർ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. സോഡിയം എത്തനോൾ റിയാക്ട് ചെയ്ത സോഡിയം എത്തോക്സൈഡ് ആണ് ഹൈഡ്രജൻ ആണെന്നുള്ളത് മനസ്സിലായില്ലേ? ആ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. നോക്കൂ, ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ബ്യൂട്ടനോൺ. ബ്യൂട്ടനോണിന് ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് എന്താ ഈ പേര് സ്ട്രക്ചർ ഒന്നും തന്നിട്ടില്ല അല്ലെ. സ്ട്രക്ചർ തന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ സ്ട്രക്ചർ ആണ് തന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? CH3CO CH2 CH3 ഇതായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ CO ഉണ്ടെങ്കിൽ എന്താ, അതേതാ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ CO തന്നിട്ടില്ല, ഈ സ്ട്രക്ചർ തന്നിട്ടില്ല, ബ്യൂട്ടനോൺ എന്നേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും നോക്കണം. ഈ CHO എന്താണ്? CHO എന്തിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്? ആൽഡിഹൈഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. COOHO കാർബോക്സിലിക് ആസിഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. OH ആൽക്കഹോളിൻ്റെയും CO കീറ്റോണിൻ്റെയും ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ CHO ആൽഡിഹൈഡ് ആയതുകൊണ്ട് അതിൻ്റെ നെയിം എൻഡ് ചെയ്യുന്നത് ആൽ എന്നായിരിക്കും. അങ്ങനെ ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ എത്തനാൽ, ബ്യൂട്ടാനാൽ, പ്രൊപ്പാനാൽ, പെൻറ്റാനാൽ, ആൽ എന്നാണ് എൻഡ് ചെയ്യുക. അപ്പോൾ CHO അല്ല. ഇനി OH ആണെങ്കിലോ ഓളിലാണ് എൻഡ് ചെയ്യുന്നത്, ഓൾ. ഓക്കെ, ഓൾ. എത്തനോൾ, പ്രൊപ്പനോൾ, ബ്യൂട്ടനോൾ, പെൻറ്റനോൾ, ഓൾ. കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ ഓയിക് ആസിഡ് എന്നായിട്ടാണ് എൻഡ് ചെയ്യുക. ഓയിക് ആസിഡ്, മെത്തനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡ്. അപ്പോൾ അതുമല്ല. പിന്നെ ഇതെന്താ? CO എപ്പോഴും സെൻറ്ററിലാണ് വരിക. സെൻറ്റർ മീൻസ് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കാർബൺ വേണം. അപ്പോൾ കീറ്റോൺ ONEയിലാണ് എൻഡ് ചെയ്യുക. പ്രൊപ്പനോൺ, ദർ ഇസ് നോ കോമ്പൗണ്ട് ലൈക്ക് മെത്തനോൺ ഓർ എത്തനോൺ. കാരണം എന്താ? പ്രൊപ്പനോണിലാണ് ഈ COക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരു കാർബൺ ഉള്ളത്. അതാണ് നമ്മുടെ കീറ്റോണിലെ ഫസ്റ്റ് മെമ്പർ. പ്രൊപ്പനോൺ, ബ്യൂട്ടനോൺ, പെൻറ്റനോൺ,
ഹെക്സനോൺ, ഇങ്ങനെയാണ് പോവുക. ഓക്കെ, അപ്പോൾ ഉത്തരം CO. ക്ലിയർ അല്ലേ? നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അതിനൊരു ടേബിൾ ഉണ്ട് കേട്ടോ കാർബൺ കോമ്പൗണ്ട്സിൽ, അത് പഠിച്ചു വെക്കണേ. ഫങ്ഷണൽ ഗ്രൂപ്പും അതിൻ്റെ പേരും, അതിൽ 4 നമ്മൾ പഠിച്ചു. ഇനി അവിടെ പറയാനുള്ളത് ഹാലജൻ കൂടെ ആയിരിക്കും, അത് നോക്കി വെക്കുക. ഇനി ABCD അതിൻ്റെ PHൽ വേരിയസ് PHൽ ഓരോ വാല്യൂവിൻ്റെ അവിടെ നമ്മൾ ABCD കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങളിത് സ്ട്രോങ് ആസിഡ് ആണോ വീക്ക് ആസിഡ് ആണോ ന്യൂട്രൽ ആണോ എന്നൊക്കെ അറിയണം. ഓക്കെ, ഇവിടെ റേഞ്ച് കണ്ടില്ലേ? 7 താഴെയാണെങ്കിൽ ആസിഡ് ആണ്, 7 മുകളിലാണെങ്കിൽ എന്താ? ബേസ് ആണ്. അതും ഏറ്റവും സ്റ്റാർട്ടിംഗ് പാർട്ടിലാണെങ്കിൽ അത് സ്ട്രോങ് ആസിഡ് ആണ്. 1, 2, 3 അങ്ങനെയുള്ളതെല്ലാം സ്ട്രോങ് ആസിഡ് ആണ്. ഒരു മിനിറ്റ്, സ്ട്രോങ് ആസിഡ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്ക് ആസിഡ് ആയിരിക്കും. 7 ന്യൂട്രൽ, പിന്നെ വീക്ക് ബേസ്, പിന്നെ സ്ട്രോങ് ബേസ്. 14 ഒക്കെ വരികയാണെങ്കിൽ എന്താ? സ്ട്രോങ് ബേസ് ആയിരിക്കും. ഓക്കെ, ഇതറിയാലോ. സ്ട്രോങ് ആസിഡ്, വീക്ക് ആസിഡ്, ന്യൂട്രൽ, വീക്ക് ബേസ്, സ്ട്രോങ് ബേസ്. ഓക്കെ, ഇനി ആ പറയുന്നതിൽ നോക്കൂ. 7 എന്താ? മനസ്സിലായി, ബി ന്യൂട്രൽ. അപ്പോൾ രണ്ടാമത് ന്യൂട്രൽ, ABCD റെസ്പെക്റ്റീവ്ലി എന്നല്ലേ. അപ്പോൾ രണ്ടാമത് ന്യൂട്രൽ അല്ലാത്ത ഓപ്ഷൻ കട്ട് ചെയ്യുക, ഇതല്ല. അപ്പം 3 എണ്ണത്തിൽ ഏതോ ആണ്. ഇനി നോക്കൂ, A എന്താ? A ഇവിടെ ആണ് സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും ചെറിയ വാല്യൂ ആണ് എന്താ? സ്ട്രോങ് ആസിഡ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ വീക്ക് ആസിഡ് ആണ്. അപ്പോൾ A എന്താ? വീക്ക് ആസിഡ് ആണ്. അപ്പോൾ എല്ലാത്തിലും അതന്നെ, ഇതുവരെ ശരിയാണ്, എല്ലാത്തിലും ഇത് രണ്ടും ശരിയാണ്. പിന്നെ നമ്മളെ പറഞ്ഞിരിക്കുന്നത് എന്താ? എയും കഴിഞ്ഞു, ബി കഴിഞ്ഞു, സി എന്താണ്? സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ ഏതാണ്? ഈ വീക്ക് ബേസ് എന്നുള്ളത് കട്ട് ചെയ്തു. പിന്നെ 2 ഓപ്ഷൻ ഇതാണ്, സ്ട്രോങ് ബേസ് ആണ്, അതുവരെ ശരിയാണ്. ഇനി ഡി ആണ്. ഡി എന്താ? 3 ആണ്. 3 എന്താ? വീക്ക് ആസിഡ് ആണോ സ്ട്രോങ് ആസിഡ് ആണോ? അത് സ്ട്രോങ് ആസിഡ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അതിൻ്റെ കളേഴ്സും കളർ കോഡും ഉണ്ടാവും കേട്ടോ. ഇത് വിബ്ജിയോർ പോലെ ആണെങ്കിൽ ഇവിടെ നിന്ന് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, പിന്നെ ഇവിടെ ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു കളർ റേഞ്ച് വരുന്നത്. ഇനി നോക്കൂ, ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. നോക്കാം എത്രത്തോളമാണ് നമുക്ക് നോക്കാം. വീഡിയോ ഒരുപാട് ലെങ്ത് ആയാലും നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ, അതുകൊണ്ട് ബാക്കി അടുത്ത വീഡിയോയിൽ തരാം. കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട്സ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഒന്നാമത്തെ കണ്ടീഷൻ, HCl-ഉം NaOH ആയിട്ടുള്ള റിയാക്ഷൻ. അടുത്തത് മഗ്നീഷ്യം ഓക്സൈഡും HCl-ഉം. മഗ്നീഷ്യം ഓക്സൈഡ് MgO + HCl. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് CO2 + NaOH. ഇതെല്ലാം നിങ്ങൾ നോക്കൂ. നേരിട്ട് ഈ ഫോമിൽ എഴുതണമെന്നില്ല, അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എൻ ആസിഡ്, ദിസ് ഇസ് എ ബേസ്. ആസിഡ് പ്ലസ് ബേസ് ഗിവ്സ് എന്താ കിട്ടുക? നമുക്കറിയാലോ, സോൾട്ട് ആൻഡ് വാട്ടർ. ഇനി മാഗ്നീഷ്യം ഓക്സൈഡ് എന്താ? മെറ്റാലിക് ഓക്സൈഡ് പ്ലസ് ആസിഡ്. അവിടെയും എന്ത് കിട്ടും? സോൾട്ട് ആൻഡ് വാട്ടർ കിട്ടും അല്ലേ? ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എന്താ? നോൺ മെറ്റാലിക് ഓക്സൈഡ് ആണ്. നോൺ മെറ്റാലിക് ഓക്സൈഡ് പ്ലസ് ബേസും സോൾട്ട് ആൻഡ് വാട്ടർ ആണ്. അപ്പോൾ ഉത്തരം എന്താ? സോൾട്ട് ആൻഡ് വാട്ടർ. ഈ ഫോമുല എഴുതേണ്ട ആവശ്യമേ ഇല്ല. ആസിഡ് പ്ലസ് ബേസ്, സോൾട്ട് പ്ലസ് വാട്ടർ. മെറ്റൽ ഓക്സൈഡ് പ്ലസ് ആസിഡ്, സോൾട്ട് പ്ലസ് വാട്ടർ. നോൺ മെറ്റാലിക് ഓക്സൈഡ് പ്ലസ് ബേസ്, സോൾട്ട് പ്ലസ് വാട്ടർ. മെറ്റാലിക് ഓക്സൈഡും ആസിഡും റിയാക്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മെറ്റലിക് ഓക്സൈഡ് ബേസിക് ക്യാരക്ടർ കാണിക്കുന്നു. മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. ഇനി ഒരു ബേസും നോൺ മെറ്റൽ ഓക്സൈഡും റിയാക്ട് ചെയ്യുമ്പോൾ നോൺ മെറ്റൽ ഓക്സൈഡ് അസിഡിക് നേച്ചർ കാണിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ 3ലും ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്ന് സോൾട്ടും വാട്ടറും ഫോം ചെയ്തത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നോക്കൂ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. റിയാക്ഷൻ ബിറ്റ്വീൻ 2 എലമെന്റ്സ് A, B ഫോം C. എയും ബിയും കമ്പൈൻ ചെയ്ത് C ഉണ്ടാവുന്നു. A loses ഇലക്ട്രോൺ, B gains ഇലക്ട്രോൺ അല്ലേ? സ്വാഭാവികമായിട്ട് തന്നെ മനസ്സിലാവും നമുക്ക്. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ വഴി ഉണ്ടാവുന്നത് അയണിക് കോമ്പൗണ്ട് ആണെന്ന് അറിയാം. ഷെയറിംഗ് വഴിയാണെങ്കിൽ കോവാലന്റ് കോമ്പൗണ്ട്.
ഇനി പറയുന്ന നോക്കൂ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് വിൽ നോട്ട് ബി ഷോൺ ബൈ കോമ്പൗണ്ട് സി. സി എന്ന കോമ്പൗണ്ട് കാണിക്കാത്ത പ്രോപ്പർട്ടി ഏതാണെന്നാണ് ചോദ്യം. അതിനർത്ഥം അയണിക് കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്നുള്ളത് കാണിക്കുന്നതല്ലേ, അപ്പൊ ഇതല്ല. ഹൈലി സോലിബിൾ ഇൻ വാട്ടർ എന്നുള്ളത് കാണിക്കുന്നതല്ലേ, അതുമല്ല. ഇറ്റ് ഹാസ് വീക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺ. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ. അതിന് സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, നോട്ട് വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പൊ നമ്മുടെ ഉത്തരം സി ആണ്. ഇറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ അക്വസ് സൊല്യൂഷൻ. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ, ശരിയാണ് അല്ലേ. സോളിഡ് സ്റ്റേറ്റിൽ റിയാക്ട് ചെയ്യില്ല, എന്നാൽ അക്വസ് സൊല്യൂഷനിലോ മോൾട്ടൺ സ്റ്റേറ്റിലോ റിയാക്ട് ചെയ്യും. ഓക്കെ ആണോ? നമുക്ക് അതിലെ ആ അയണിക് കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടീസ് കൂടെ ഒന്ന് നോക്കാം. അത് നോക്കിയ ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് അല്ല ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്. അയണിക് കോമ്പൗണ്ട്സ് തേർഡ് ലെസണിലല്ലേ, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാവും, അത് പഠിച്ചു വെക്കണം. ഓക്കെ, എന്തിനാണ് ഓരോ ക്വസ്റ്റിനും അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു തരണത്? അത് നിങ്ങളത് ഗോ ത്രൂ ചെയ്താലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, അയണിക് കോമ്പൗണ്ട്സിൻ്റെ പ്രോപ്പർട്ടീസ്. അയണിക് കോമ്പൗണ്ട്സ് ആർ സോളിഡ്സ് ആൻഡ് ആർ സംവാട്ട് hard because of the strong force of attraction between the positive and negative ions. Then these compounds are generally brittle and break into pieces when pressure is applied. രണ്ടാമത്തതോ, melting point and boiling point. Ionic compounds have high melting and boiling point. This is because a considerable amount of energy is required to break the strong inter-ionic attraction. പിന്നെ solubility എന്താ പറയുന്നത്? Electrovalent compounds are generally soluble in water and insoluble in solvents like kerosene and petrol. ഇനി conduction of electron എന്താ? മൂവ്മെന്റ് ഓഫ് അയോൺസ്, ചാർജ്ഡ് പാർട്ടിക്കിൾസ് കാരണം അവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. Solution of an ionic compound in water contains ions which move to the opposite electrode when electricity is passed through the solution. But solid state എന്ത് ചെയ്യില്ല? They do not conduct electricity because movement of ions in solid is not possible due to their rigid structure. അല്ലേ? ഇനി എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നത്? മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വസ് സൊല്യൂഷൻ സ്റ്റേറ്റിലോ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. So this is possible in the molten state since electrostatic force of attraction between the oppositely charged ions are overcome due to heat. നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്തല്ലേ അത് മെൽറ്റ് ആവുന്നത്. അപ്പോൾ ആ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. Thus the ions move freely and conduct electricity. അതുകൊണ്ട് അയോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അത്രയും ക്ലിയർ അല്ലേ? നമ്മളൊരു 7-8 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. ആ ക്വസ്റ്റ്യൻസ് പഠിക്കുക മീൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് എന്തായാലും അത് പഠിക്കുന്ന സമയത്ത് യൂസ്ഫുള്ളായി തോന്നും. ഓക്കെ, ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കുറച്ച് ക്വസ്റ്റ്യൻസേ ഡിസ്കസ് ചെയ്തുള്ളൂ എങ്കിൽ അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് കുറേ ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബാക്കി നമ്മൾ ഇതിൻ്റെ അടുത്ത പാർട്ടിൽ കാണാം. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, കമൻ്റായിട്ട് ചോദിക്കാം. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു.